ഹലോ ഗൈസ്, എല്ലാവർക്കും അഞ്ജനേയ 2255 പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു പുൽക്കൂടാണ് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞു ബോക്സാണ് കേട്ടോ. ഇത് ഞാനിവിടെ അടുത്തുള്ള പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവർക്ക് വെളിച്ചെണ്ണയൊക്കെ കൊണ്ടുവരുമല്ലോ, ആ പെട്ടിയാണ് കേട്ടോ. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ എനിക്ക് വേഗം എടുത്തു തന്നു. പിന്നെ ഞാനിത് ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ കുറേ പ്രാവശ്യം ഒട്ടിച്ച് വെക്കും. പിന്നെ ഇഷ്ടപ്പെടാഞ്ഞാൽ പിന്നെ അത് പറിച്ചെടുക്കും. അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറിച്ച് നോക്കിയതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് കേട്ടോ ഈ താഴെ കാണുന്ന ബ്ലാക്ക് ടാപ്പൊക്കെ. അതൊക്കെ ഞാൻ അവസാനം ഒഴിവാക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ വെച്ച് നോക്കുകയാണ് ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് റെഡി ആവാന്നുള്ളത്. പിന്നെ ഞാൻ അത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആ താഴത്തെ പീസ് നമുക്ക് താഴെ വരുന്ന ഭാഗമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന ഭാഗങ്ങളില്ലേ, 3 ഭാഗത്തുള്ളതും വെട്ടിക്കളഞ്ഞതാണ്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ എല്ലാ ടൂൾസും എൻ്റെ വീട്ടിലാണുള്ളത്. പിന്നെ ഇതിൻ്റെ ചേച്ചി ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉപയോഗിക്കണ കത്രികയാണ്. ഇതെടുത്തത് അവൾ കണ്ടിട്ടില്ല. വീഡിയോ കാണുമ്പോഴായിരിക്കും അവൾ അറിയാതെടുത്ത കാര്യം. അപ്പോൾ എന്തായാലും എന്നെ പഞ്ഞിക്കിടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പിന്നെ ഒക്കെ തട്ടിക്കൂട്ട് സാധനങ്ങളാണ് കേട്ടോ. കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു കുഞ്ഞു പുൽക്കൂടാണ്. 3 ഭാഗങ്ങളും വെട്ടി ഒഴിവാക്കിയതിന് ശേഷം ഞാൻ ഒരു കാർഡ്ബോർഡും കൂടെ കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ റൂഫാക്കി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ആ കാർഡ്ബോർഡ് ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു പുൽക്കൂട് ഉണ്ടാക്കണം എന്നുള്ളത്. അങ്ങനെ 2 ബോക്സ് കിട്ടിയപ്പം എന്നാൽ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കിതിനൊരു കുഞ്ഞ് ജനൽ വെക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലൊന്ന് കട്ട് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ അടുത്തുള്ള ഒരു ടൂൾസും ഇല്ലയെന്ന്. അപ്പം ഇനി ജനൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്കെയിലൊന്നും കയ്യിലില്ല. ഒരു പെന്ന് കിട്ടി കേട്ടോ. പാപ്പൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് ഒരു പെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാർഡ്ബോർഡിൻ്റെ കഷ്ണമൊക്കെ വെച്ചിട്ട് ഒരു ചതുരം വരച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞ് ജനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ജനൽ മാത്രം കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാർഡ്ബോർഡും കൂടെ ഈ ഒരു ലെങ്ത്തിലൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് പോർഷനില്ലേ, ഫസ്റ്റ് ലെയർ, ആ ലെയർ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ഇങ്ങനെ പറിച്ച് കിട്ടുമല്ലോ. പറിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ചുമരിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തേക്കാത്തൊരു ചുമരിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ കിട്ടും. അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തപ്പോൾ ഒരു കുഞ്ഞ് ജനലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇതിൽ പെയിൻറ്റൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നില്ല, ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്കിനി ഇത് ആ മേൽക്കൂര ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ എടുത്തത്. ഗ്ലൂ ഗണ്ണ് അല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്വിക്കോ പിന്നെ നമ്മുടെ പൈപ്പൊക്കെ ഒട്ടിക്കുന്ന ഒരു പശയല്ലേ, അതൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കാർഡ്ബോർഡൊക്കെ ഒട്ടിക്കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ റൂഫ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ഗ്ലൂ ഗണ്ണിൻ്റെ വയറിന് അത്ര ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ ഗ്ലൂ ഗണ്ണ് ആയതുകൊണ്ട് നന്നായിട്ട് ഒട്ടി കിട്ടുന്നുണ്ട്. ഇത്ര തന്നെ ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ. പിന്നെ ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതാ താഴെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു പീസ്, ആ പീസൊക്കെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വൈക്കോൽ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളാണ് കേട്ടോ എടുത്തത്. ഫെവിക്കോൾ എടുത്തിട്ട് നന്നായിട്ട് ആദ്യം ആ പശ ഒന്ന് തേച്ച് കൊടുത്തു. അതിന് ശേഷം ഞാൻ വൈക്കോൽ ഒട്ടിക്കുകയാണ്. വൈക്കോൽ ഞങ്ങളിവിടെ അടുത്തൊരു പശുള്ളൊരു വീടുണ്ടായിരുന്നു, അവിടെ പോയി ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അവർ തന്നതാണ് കേട്ടോ. പിന്നെ നല്ല വൈക്കോലല്ല, കുറച്ച് ചുരുട്ടി വെച്ച ടൈപ്പില്ലേ, അങ്ങനത്തെയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് നല്ല വൈക്കോല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ കഴിയും. ഇത് കുറച്ച് ഇങ്ങനെ വേസ്റ്റ് ടൈപ്പില്ല, അതായതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ വൈക്കോലല്ല, നമ്മുടെ അടുത്ത് നല്ല പുല്ലുണ്ട് എന്നുണ്ടെങ്കിൽ പുല്ല് കിട്ടിയാലും മതി. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നെക്കൊണ്ട് ഇത്രയും മനോഹരമായിട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന്. അങ്ങനെ ഞാൻ ഓരോന്നും അടുക്കി അടുക്കി വെക്കുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേനും ഈ അടുക്കളയൊന്നും ഇല്ല കേട്ടോ.
ഇങ്ങനെ അടുക്കി വെക്കുന്നതിനേക്കാളും കുറച്ച് തോനെ വെക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഭംഗി തോന്നി. നല്ല കട്ടിയിൽ തന്നെ നിൽക്കുമ്പോൾ അത് കുറച്ചുകൂടെ നീറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ പിന്നെ നൂല് വെച്ചിട്ട് കെട്ടുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഞാൻ ആ നൂല് കെട്ടിയതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഓരോ ബാമ്പൂ സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് ഒന്നുകൂടെ ഉറപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് പുൽക്കൂട് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു മാല വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ഒട്ടിച്ച് വന്നപ്പോഴേക്കും ഇന്ന് നമ്മൾ ഇത്ര ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ബാക്കി പണി നാളെ ചെയ്യാമെന്ന് കരുതിയിട്ട് മാറ്റി വെച്ചതാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് പിന്നെ ഉള്ളിൽ കുറച്ച് പുല്ലൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വാങ്ങിച്ചിട്ടുള്ള രൂപങ്ങളൊക്കെ വെച്ച് അങ്ങനെ കുറച്ച് പണികളൂടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പുൽക്കൂട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. ബൈ.